ആരടാ പോരാളി ഷാജി? ഒളിച്ചിരിക്കാത്ത ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ. കണ്ണൂരിലെ തീപ്പൊരി എം വി ജയരാജൻ്റേതാണ് ഈ വെല്ലുവിളി. ഈ വെല്ലുവിളി കേട്ടപ്പോൾ ഇതെന്ത് പറ്റി? ഇതുവരെ ഒക്കത്തേറ്റി നടന്ന ചാപ്പനെ ഒടുവിൽ തിരിഞ്ഞു കുത്തിയപ്പോൾ കൊല്ലിക്കാനോ? ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ നല്ല ചേലായിരുന്നു അല്ലേ? ഇങ്ങനെ പോകുന്നു സമൂഹ മാധ്യമങ്ങളിലെ ചോദ്യങ്ങൾ. എതിരാളികളെ അപവാദ പ്രചരണങ്ങളാൽ അധിക്ഷേപിക്കാനും താറടിക്കാനും പാർട്ടിക്ക് വേണ്ടി പോരാളി ഷാജിമാർ ഏറെ വിയർപ്പൊഴുക്കിയപ്പോൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയായിരുന്നല്ലോ സഖാക്കൾ. ക്രൂരമായ അശ്ലീല അധിക്ഷേപത്തിന് പൊതുരംഗത്തെ നിരവധി സ്ത്രീകൾ ഇരകളായിട്ടും പോലീസും പാർട്ടിയും വനിതാ സഖാക്കളും പോലും മൗനം പൂണ്ടു. പക്ഷേ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ സ്വന്തം പക്ഷത്തെ തിരസ്കരിച്ചതോടെ കളത്തിന് പുറത്തായിരുന്ന ഷാജിമാരുടെ പോരാട്ടം ആശാൻ്റെ നെഞ്ചത്തായി. പോരാളി ഷാജി എന്ന സമൂഹ മാധ്യമ കൂട്ടായ്മയുടെ അഡ്മിൻ നാട്ടിൽ ഇടതുപക്ഷ ആശയം പ്രചരിപ്പിക്കണമെന്ന കാഴ്ചപ്പാടുള്ള ആളാണെങ്കിൽ ധൈര്യമായി പുറത്തു വരണമെന്നാണ് ജയരാജൻ സഖാവിൻ്റെ ആവശ്യം. എത്ര പേരാണ് പോരാളി ഷാജി എന്ന പേരിലുള്ളത്? നമ്മുടെ കൂട്ടത്തിലുള്ള ഷാജിമാരാണോ ഇവരെല്ലാം? ആവില്ല. ആയിരുന്നെങ്കിൽ ഇവന്മാർ നമുക്കിട്ട് തന്നെ പണിയുമോ? സഖാവിന് സംശയം. ഒടുവിൽ ഉത്തരം കണ്ടെത്തി. ഇടതുപക്ഷമെന്ന് കരുതുന്ന പല പോരാളി ഷാജിമാരെയും തെരഞ്ഞെടുപ്പ് സമയത്ത് രാഷ്ട്രീയ എതിരാളികൾ വിലക്കെടുത്തു. ഗവേഷണത്തിൽ അങ്ങനെയാണ് അദ്ദേഹത്തിന് മനസ്സിലായത്. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു. പരമശിവൻ പണ്ട് ഭസ്മാസുരന് വരം കൊടുത്തതുപോലെയായി കാര്യങ്ങൾ. വരം കിട്ടിയ ഭസ്മാസുരൻ ആദ്യം അതിൻ്റെ ഫലസിദ്ധി പരീക്ഷിച്ച് നോക്കിയത് വരദാതാവിന് നേർക്ക്. അതുപോലെ ഭസ്മാസുരനാവുകയാണ് പോരാളി ഷാജിയും. ഒടുവിൽ ഭസ്മാസുരൻ തന്നെ ഭസ്മമായതുകൂടി ഓർത്താൽ നല്ലത്. തിരിച്ചൊരു കൊട്ടു കൊടുത്തപ്പോൾ പോരാളി ഷാജി പ്രതികരിച്ചത് കേട്ടില്ലേ? ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ ചോര കൊണ്ട് ചുവപ്പിച്ച ചെങ്കൊടി താഴെ വെച്ച് നേതാക്കൾ വല്ല ജോലിയും ചെയ്ത് ജീവിക്കണമെന്ന്. ഇതിന് പിന്നിൽ മറ്റവന്മാർ, അതായത് കോൺഗ്രസ്സുകാർ തന്നെ അങ്ങനെ പറഞ്ഞ് ആശ്വസിക്കാം.